എന്താണ് ഇവിടെ IBPS RRB SBI? നമ്മൾ ബാങ്ക് എക്സാം എഴുതുന്ന കുട്ടികൾ പ്രധാനമായിട്ടും കേൾക്കുന്ന മൂന്നാൾക്കാർ IBPS എക്സാം, RRB എക്സാം, SBI എക്സാം അല്ലേ? എന്തൊക്കെയാണ് ഈ മൂന്ന് എക്സാംസും? ബാങ്കുകളിലേക്കുള്ള എക്സാംസ് ആണ്. എന്തൊക്കെയാണ് നടക്കുന്നത്? സാലറി എങ്ങനെയാണ്? ഏജ് എങ്ങനെയാണ്? എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എങ്ങനെയാണ്? ഈ തുടങ്ങിയ കാര്യങ്ങളൊക്കെയുള്ള നിങ്ങളുടെ ഡൗട്ട് നമുക്ക് ഇന്ന് സോൾവ് ചെയ്യാം. ഓക്കെ, നോക്കാം. എന്താണ് മക്കളെ IBPS? കണ്ടക്ട് എക്സാംസ് ഫോർ PSU ബാങ്ക്സ്. 11 നാഷണലൈസ്ഡ് ബാങ്കുകളിലേക്കുള്ള എക്സാംസ് IBPS ത്രൂ ആണ് നടക്കുക. IBPS എക്സാം എന്ന് പറഞ്ഞ് വിളിക്കുന്നത് ക്ലറിക്കൽ പോസ്റ്റുകളിലേക്ക് വിളിക്കും, PO ഓഫീസർ പോസ്റ്റുകളിലേക്ക് വിളിക്കും, അതേപോലെ തന്നെ സ്പെഷ്യലിസ്റ്റ് ഓഫീസർ, പിന്നെയും അങ്ങനെ വരുന്ന സ്കെയിൽ ലെവലായിട്ടുള്ള പോസ്റ്റുകളിലേക്കുള്ള നോട്ടിഫിക്കേഷനൊക്കെ വരാറുണ്ട്. പ്രധാനമായിട്ട് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് IBPS ക്ലർക്ക്, IBPS PO. സെറ്റല്ലേ? അടുത്തതാരാ? SBI ഒറ്റയാനാ. ഒരുപാട് ബ്രാഞ്ച് ഉണ്ട് ഇന്ത്യയിൽ അല്ലേ? അപ്പോൾ ഒരു ഒറ്റയ്ക്ക് എക്സാം നടത്തണ്ടേ? അതെ, SBIയിലെ എല്ലാ എക്സാമുകളും സ്പെഷ്യലിസ്റ്റ് ഓഫീസർ ആയിക്കോട്ടെ, ജൂനിയർ അസോസിയേറ്റ് എന്നാണ് നമ്മൾ ക്ലർക്കിനെ പറയാം, PO ഓഫീസർ പോസ്റ്റ് ആയിക്കോട്ടെ, എല്ലാം സെപ്പറേറ്റ് ആണ് SBI എക്സാമുകൾ കണ്ടക്ട് ചെയ്യുക. ക്ലിയർ ആണല്ലോ? RRB റീജിയണൽ റൂറൽ ബാങ്ക് നമ്മുടെ കേരളത്തിൽ KGB മാത്രമേ ഉള്ളൂ, കേരള ഗ്രാമീൺ ബാങ്ക്. അതിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് ഇന്ത്യയിൽ വേറെ പല സ്റ്റേറ്റുകളിലും ബാങ്കുകളുണ്ട്, പക്ഷേ കേരളത്തിൽ ആരാ? KGB. നമുക്ക് ഓരോ സ്റ്റേറ്റിലേക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. ക്ലർക്ക് പോലെ തന്നെയാണ്. സാധാരണ PO നാഷണൽ ആയിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യുക, പക്ഷേ ഇവിടെയും ഓഫീസർ എന്താണ്? കേരളത്തിലേക്ക് മാത്രമാണ് അപ്ലൈ ചെയ്യുക. എവിടെയാണോ അപ്ലൈ ചെയ്യുന്നത് ആ സ്റ്റേറ്റിലെ ലാംഗ്വേജ് നമുക്ക് അറിഞ്ഞിരിക്കണം. ഇപ്പോൾ ക്ലർക്കൽ പോസ്റ്റുകളാണെങ്കിൽ SBI ക്ലർക്കായാലും IBPS ക്ലർക്കായാലും നമ്മൾ അപ്ലൈ ചെയ്യുന്ന സ്റ്റേറ്റിലെ റീജിയണൽ ലാംഗ്വേജ്, കേരള ആണെങ്കിൽ മലയാളം, തമിഴാണെങ്കിൽ തമിഴ്നാട്ടിലാണെങ്കിൽ തമിഴ്, കർണാടക കന്നഡ, ഓക്കെ, അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെയാണ് RRB ഏത് സ്റ്റേറ്റിലാണോ അപ്ലൈ ചെയ്യുന്നത് ആ സ്റ്റേറ്റിലെ ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം. ക്ലിയർ? എക്സാം കണ്ടക്ടിങ് ബോഡീസ് ആൻഡ് പർപ്പസ് നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞതാണ്. ഈ കാര്യങ്ങളിൽ ഞാനിപ്പോൾ ഓൾറെഡി പറഞ്ഞു. IBPS എക്സാം നാഷണലൈസ്ഡ് ബാങ്കുകളിലേക്ക് 11, SBIയിലേക്ക്, അതേപോലെ തന്നെ നമ്മളുടെ എന്താണ് ഈ പറഞ്ഞ RRB റീജിയണൽ റൂറൽ ബാങ്കിലേക്കാണ് നടത്തുന്നതെന്ന് നമ്മൾ പറഞ്ഞു, ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്. എക്സാം ആൻഡ് പോസ്റ്റുകൾ അതും ഞാൻ ഓൾറെഡി പറഞ്ഞു. എന്തൊക്കെയാണ്? IBPS PO ക്ലർക്ക്, SO പ്രൊബേഷണറി ഓഫീസർ, ക്ലർക്ക്, സ്പെഷ്യലിസ്റ്റ് ഓഫീസർ, അതേ റോളുകൾ തന്നെ SBIയിൽ നടത്തുന്നുണ്ട്. ഇവിടെ എന്താണ്? ഓഫീസ് അസിസ്റ്റൻറ്റ്, ഓഫീസേഴ്സ്, സ്കെയിൽ 1, സ്കെയിൽ 2, സ്കെയിൽ 3, അങ്ങനെ നമ്മൾ ഇടയ്ക്ക് വിളിക്കുന്ന സെപ്പറേറ്റ് പോസ്റ്റുകളിലേക്കുള്ളതും റീജിയണൽ റൂറൽ ബാങ്ക് RRB ഓഫീസർ അസിസ്റ്റൻ്റ് എക്സാമുകളിൽ കൂടെ തന്നെ നോട്ടിഫിക്കേഷൻ വന്ന് കാണാറുണ്ട്. ഓക്കെ, നമ്മൾ പ്രധാനമായിട്ടും എല്ലാ ക്വാളിഫിക്കേഷനുള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയതാണ് ക്ലർക്കൽ പോസ്റ്റും ഓഫീസർ പോസ്റ്റും. ഓക്കെ ആണല്ലോ? ഇനി എങ്ങനെയൊക്കെയാണ് ഇതിലേക്കുള്ള പോസ്റ്റിംഗ് നടക്കുക? എക്സാം പാറ്റേൺ കമ്പാരിസൺ നോക്കാം നമുക്ക്. എല്ലാത്തിനും പ്രിലിംസ് ഉണ്ട്. എല്ലാ എക്സാമിനും എന്തുണ്ട്? പ്രിലിംസും ഉണ്ട്, മെയിൻസും ഉണ്ട്. ഇൻ്റർവ്യൂ ഏതാണ്? POക്കും SOക്കും. ഓഫീസർ പോസ്റ്റുകളിലേക്കാണ് ഇൻ്റർവ്യൂ ഉള്ളത്. ഇവിടെയും POക്കും SOക്കും. ഇവിടെ ഓഫീസർ പോസ്റ്റുകളിലേക്കാണ് നമ്മൾ എന്ത് വരിക? ഇൻ്റർവ്യൂ വരിക. അപ്പോൾ സാധാരണ നമ്മളെല്ലാവരും പറയാറുണ്ട് എന്താണ്? RRB എക്സാം കുറച്ച് എളുപ്പമായിരിക്കുമെന്ന്. കാരണം RRB എക്സാമിന് നമുക്ക് പ്രിലിംസിന് എന്തില്ല? ഇംഗ്ലീഷ് ഇല്ല. റീസണിങ്ങും ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും മാത്രമേ ഉള്ളൂ. ബാക്കി SBIയിലായാലും നമ്മളുടെ IBPS എക്സാമിനായാലും ഇംഗ്ലീഷ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, റീസണിങ്ങും കൂടി ഉണ്ടാവും. എല്ലാത്തിനും ഇൻഡിവിജ്വൽ ടൈമിംഗ് ഉണ്ട്. നമ്മൾ സാധാരണ ഇത്തിരി ബുദ്ധിമുട്ടുള്ള എക്സാം എന്ന് പറയുന്നത് ഏതാ? SBI ആണ്. അവരാണ് പാറ്റേൺ ചേഞ്ച് കാര്യങ്ങളൊക്കെ കൊണ്ടുവരിക. ബാക്കിയുള്ളതെല്ലാം ഓൾമോസ്റ്റ് ഒരേ പാറ്റേൺ ആണ്. പക്ഷെ ക്വസ്റ്റ്യൻസിൽ കുറച്ച് വേരിയേഷൻസ് കാര്യങ്ങൾ വരും. ക്ലർക്കൽ എക്സാമിനേക്കാൾ ബുദ്ധിമുട്ടായിരിക്കും PO എക്സാം. അപ്പോൾ ഈ ഒരു കമ്പാരിസൺ എല്ലാവരും മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ അല്ലേ? ഓക്കെ ആണ്. ദെൻ നമുക്ക് ഇനി എല്ലാവരും ചോദിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എന്ത്? ജോബ് പോസ്റ്റിംഗ് ആൻഡ് ട്രാൻസ്ഫേഴ്സ്. മക്കളെ, നിങ്ങൾ IBPS PO കേരളത്തിലാണ്, IBPS ക്ലർക്ക്, POടെ വരട്ടെ, ക്ലർക്ക്, SBI ക്ലർക്ക് നിങ്ങൾ കേരളത്തിലാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നമുക്ക് കേരളത്തിൽ തന്നെ പോസ്റ്റിംഗ് കിട്ടും. RRB ക്ലർക്ക് നിങ്ങൾ കേരളത്തിൽ മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. കേരളത്തിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുക. നമുക്ക് റീജിയണൽ ലാംഗ്വേജ് നമുക്ക് മലയാളം അല്ലേ, തമിഴൊക്കെ പഠിക്കണം. അപ്പോൾ കേരളത്തിൽ തന്നെയാണ്. ഇപ്പോൾ RRB ഇപ്പോൾ നിങ്ങൾ കേരള ഗ്രാമീൺ ബാങ്കിലാണ് ജോലി കിട്ടണമെങ്കിൽ നമ്മൾ കേരളം വിട്ട് എവിടെയും പോകേണ്ട കാര്യമില്ല. ഓഫീസർ ആണെങ്കിലും ക്ലർക്ക് ആണെങ്കിലും നമുക്ക് കേരളത്തിൽ തന്നെ ജോലി ചെയ്യാം. IBPS PO ആയാലും SBI PO ആയാലും
ഓഫീസർ പോസ്റ്റുകൾ നമ്മൾ ഓൾ ഇന്ത്യ സർവീസാണ്. ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, പോസ്റ്റിംഗ് കിട്ടാം. ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, പോസ്റ്റിംഗ് ലഭിക്കാം. ക്ലിയർ ആണല്ലോ. അപ്പോൾ ക്ലർക്കൽ പോസ്റ്റുകൾ ഇപ്പോൾ കേരളത്തിലാണ് അപ്ലൈ ചെയ്യണമെങ്കിൽ കേരളത്തിൽ മാത്രം വർക്ക് ചെയ്താൽ മതി. പ്രൊമോഷൻ കിട്ടുമ്പോൾ മാത്രം നമ്മൾ അതർ സ്റ്റേറ്റ് പോയാൽ മതി. ഓഫീസർ അങ്ങനെയല്ല, നമുക്ക് അതർ സ്റ്റേറ്റിൽ പോസ്റ്റിംഗ് ലഭിക്കാം. പക്ഷെ കൂടുതൽ ആൾക്കാർക്കും അവർ താമസിക്കുന്ന അവരുടെ സ്റ്റേറ്റിൽ തന്നെ കിട്ടാറുണ്ട്. എന്നിരുന്നാൽ കൂടി അവിടെ ദർ ഇസ് എ ചാൻസ്, അവിടെ എന്തുണ്ട്, ഒരു സാധ്യതയുണ്ട് പുറത്തേക്ക് പോവുക എന്നുള്ളത്. കാരണം അതെന്താണ്, ഓൾ ഇന്ത്യ പാൻ ഇന്ത്യ സർവീസ്. ഓക്കെ, സാലറി വൈസ് നമുക്ക് നോക്കാം. പിയോൻ്റെ സാലറി കൂടുതൽ എപ്പോഴും SBIയിലാണ് നമുക്ക് വരിക. SBIയിലായിരിക്കും സാലറി മറ്റുള്ള ബാങ്കുകളെ വെച്ച് അലവൻസ് കാര്യങ്ങളൊക്കെ കൂടുതലുണ്ടാവുക. പിന്നെ IBPS POയിൽ 52,000 രൂപ. ഓരോ ബാങ്കുകൾ അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ചെറിയ വേരിയേഷൻസ് ഉണ്ടാവാം. RRB POക്ക് മാക്സിമം 45,000 രൂപ. എന്നിരുന്നാൽ കൂടി വലിയ ചേഞ്ച് ഒന്നുമില്ല. ഏറ്റവും കൂടുതൽ സാലറി എപ്പോഴും നമുക്ക് ലഭിക്കുക സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ SBIയിലാണ്. അതിൽ യാതൊരു സംശയവും വേണ്ട. ദെൻ ക്ലർക്കൽ പോസ്റ്റുകളാണെങ്കിലോ അവിടെയും സാലറി വൈസ് കൂടുതൽ ലഭിക്കുന്ന എവിടെയാ, നമുക്ക് സ്റ്റാർട്ടിംഗ് ആണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. അലവൻസുകളെല്ലാം വേറെ ഉണ്ട്. സ്റ്റാർട്ടിങ് ലഭിക്കുന്ന സാലറിയാണ് SBIയിൽ തന്നെയാണ് 35 രൂപ. മാക്സിമം IBPSൽ 33 ആണ്. ഇവിടെ RRBയിൽ എത്രയാണ്, നമുക്ക് 31 ആണ്. അപ്പോൾ നമുക്ക് IBPSൽ ഓരോ ബാങ്ക് അനുസരിച്ച് സാലറിയിൽ ചെറിയ വേരിയേഷൻസ് ഉണ്ടാവും. പക്ഷേ ഏറ്റവും കൂടുതൽ സാലറി എപ്പോഴും SBIയിലാണ്. പിന്നെയാണ് റീജിയണൽ റൂറൽ ബാങ്ക്. പക്ഷേ റീജിയണൽ റൂറൽ ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് കേരളം വിട്ട് പോകണ്ട, കേരളത്തിൽ മാത്രം നിന്നാൽ മതി, വീട്ടിൽ നിന്ന് പോയി വരാം, അങ്ങനെ ഒരുപാട് ബെനിഫിറ്റുകൾ അവിടെ ഉണ്ട്. ഇവിടെ നമ്മൾ വരുമ്പോൾ ഓൾ ഇന്ത്യ POക്ക് ആകുമ്പോൾ നമ്മൾ എവിടെ വേണമെങ്കിലും നമുക്ക് പോസ്റ്റിംഗ് ലഭിക്കാം എന്നുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. ഇനി ഞാൻ പറഞ്ഞു, സാറ് പറഞ്ഞു RRB റീജിയണൽ റൂറൽ ബാങ്ക് KGBയിൽ കിട്ടിയ വീട്ടിൽ നിന്ന് പോയി വരാം. ഒരാളുടെ വീട് മലപ്പുറമാണ്, അയാൾക്ക് കാസർഗോഡ് പോസ്റ്റിംഗ് കിട്ടി. അങ്ങനെ കിട്ടാട്ടോ, വീട്ടിൽ നിന്ന് പോയി വരാമെന്ന് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോയതാ. അത് ആലോചിക്കണം. കേരളത്തിൽ ഇപ്പോൾ എവിടെയായാലും നമ്മളുടെ ഒരു 60-70 കിലോമീറ്റർ അപ്പുറം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ താമസിക്കേണ്ടി വരും. പേടിക്കണ്ട, ആ റെൻ്റൊക്കെ നിങ്ങൾക്ക് ബാങ്ക് തരും, അലവൻസ് കാര്യങ്ങളൊക്കെ ബാങ്ക് തരും. അതോർത്ത് ടെൻഷൻ അടിക്കണ്ട. ക്ലിയർ ആണല്ലോ? ഓക്കെ, അതൊക്കെയാണ്. ഹായ്, നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് എക്സാം സ്റ്റാർട്ട് ആകുകയാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ജൂണിലെ എൻട്രിയുടെ എഡ്യൂഫെസ്റ്റും സ്റ്റാർട്ടായി കഴിഞ്ഞു. അപ്പോൾ ഇപ്പം പഠിച്ച് തുടങ്ങുന്നവർക്ക് ഈ ഒരു സ്പെഷ്യൽ ഓഫറിൽ ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ജോലി കിട്ടുന്നവരെ എക്സ്റ്റൻഡഡ് വാലിഡിറ്റിയിൽ നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാം ഈ ഒരു വൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ. അപ്പോൾ ഇപ്പം തന്നെ ജോയിൻ ചെയ്യുമല്ലേ? അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ക്ലിയർ ആണ്. SBI, RRB, അതേപോലെ IBPS, ഈ 3 കാറ്റഗറി എക്സാംസ് ആണ് നമ്മൾ പ്രധാനമായിട്ടും ഫേസ് ചെയ്യുന്നത്. എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റിയ പോസ്റ്റുകളാണ് ക്ലറിക്കൽ പോസ്റ്റും ഓഫീസർ പോസ്റ്റും. സെറ്റല്ലേ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ? അപ്പോൾ ഇതെല്ലാം ഇക്കൊല്ലം വിളിക്കും, അത് ആലോചിച്ചിരിക്കുക. നോട്ടിഫിക്കേഷൻസൊക്കെ പെട്ടെന്ന് തന്നെ വരും. അതേപോലെ തന്നെ നിങ്ങൾക്ക് എൻട്രിയിൽ എഡ്യൂഫെസ്റ്റ് നടക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഓഫേഴ്സ് ഉണ്ട്. നിങ്ങൾ വർക്കിംഗ് ആയിക്കോട്ടെ മക്കളെ, നിങ്ങൾ അതേപോലെ തന്നെ ലാസ്റ്റ് ഇയർ സ്റ്റുഡൻ്റ് ആയിക്കോട്ടെ, നിങ്ങൾ ഇക്കൊല്ലം പുതിയതായിട്ട് എല്ലാം കഴിഞ്ഞ് കോഴ്സ് ജോയിൻ ചെയ്ത് പഠിക്കുന്ന ആളായിക്കോട്ടെ, എല്ലാവർക്കും ബെനിഫിറ്റിന് ഉള്ള ബാച്ചസ് നമുക്ക് അവൈലബിൾ ആണ്. എങ്ങനെയാ? വർക്ക് ചെയ്യണവർക്കും കോളേജ് ഗോയിങ് സ്റ്റുഡൻസിനായിട്ട് നൈറ്റ് ബാച്ചുകൾ അവൈലബിൾ ആണ്, ക്രാഷ് ബാച്ചുകൾ അവൈലബിൾ ആണ്. അതേപോലെ നമ്മളുടെ ഓൾറെഡി ഉള്ള ബാച്ചുകളും നമുക്ക് എന്താണ് അവൈലബിൾ ആണ്. ഈ ബാച്ചുകൾക്കെല്ലാം എന്താണ്, വൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ. ഒന്ന് കയറിയാൽ പിന്നെ കിട്ടിയിട്ടേ പോവൂ. കേന്ദ്ര സർക്കാർ അവിടെ നമുക്ക് ഫൗണ്ടേഷൻ ബാച്ചുകളുണ്ട്. എന്താണ് ഈ ഫൗണ്ടേഷൻ കോഴ്സ്? SSC, RRB, റെയിൽവേ, ഈ 3 എക്സാമുകൾക്കും ഏകദേശം പഠിക്കേണ്ട കാര്യങ്ങളെല്ലാം സെയിമാണ്. അപ്പോൾ ഒരൊറ്റ കോഴ്സ്, ഫൗണ്ടേഷൻ കോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ കോഴ്സിൽ നിങ്ങൾക്ക് ഈ 3 എക്സാമുകൾക്കും വേണ്ടി പ്രിപ്പയർ ചെയ്യാം. 25ലേറെ എക്സാംസിന് വേണ്ടിയിട്ട് ഒറ്റ കോഴ്സാണ് ഫൗണ്ടേഷൻ കോഴ്സ്. അതിൻ്റെ കാര്യമാണ് നമ്മളിവിടെ പറഞ്ഞത്. ജോയിൻ SSC, RRB ബാങ്കിങ് കോഴ്സസ്. എന്താണ്? ഫ്രീ ലൈഫ് ടൈം ആക്സസ് ടു അവർ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പാണ്. അപ്പോൾ നമുക്ക് ഡൗട്ടുകൾ കാര്യങ്ങളെല്ലാം നമുക്ക് ക്ലിയർ ചെയ്യാം. അത് ലൈഫ് ടൈം ആക്സസ് ആണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. എന്താണ്? വൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ. അത് നമ്മളുടെ എൻട്രിയുടെ എഡ്യൂഫെസ്റ്റിൻ്റെ ഭാഗമായിട്ട് ആ ഓഫേഴ്സും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. കൂടാതെ ഒരുപാട് ഓഫേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ. ഓക്കെ, ഈ ഓഫേഴ്സിനെ കുറിച്ചൊക്കെ അറിയാനായിട്ട് ഈ കണ്ട നമ്പർ ഉണ്ടല്ലോ, 7736122215 എന്നുള്ള നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. എഡ്യൂഫെസ്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഓഫേഴ്സിനെ കുറിച്ചൊക്കെ അറിയാനായിട്ട്. കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ നമ്മളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ലിങ്കുകൾ ഇട്ടിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താലും നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും അറിയാം. അതുകൂടാതെ നമ്മളുടെ ബാച്ചുകൾ എങ്ങനെയാണ് റൺ ചെയ്യണതെന്നൊരു ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. നമ്മളുടെ എല്ലാ ബാച്ചുകളും വെൽ
ഡിസൈൻഡ് ആയിട്ടുള്ള ബാച്ചാണ്. അതായത് നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു എക്സാം എഴുതി അത് റിസൾട്ടിലേക്ക് എത്തുക, അതാണ് റിസൾട്ട് ഓറിയൻറ്റഡ് സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത്. റിസൾട്ട് ബേസ് വേണം, റിസൾട്ട് കിട്ടണം നമുക്ക്. റിസൾട്ട് ഓറിയൻറ്റഡ് സ്റ്റഡി പ്ലാൻ ആണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ലെവൽ 1, ലെവൽ 2, ലെവൽ 3, ലെവൽ 4 4 ലെവലുകളായിട്ടാണ് ക്ലാസ്. എങ്ങനെയാണ് 4 ലെവല്? ഒന്നും അറിയാത്ത ഒരാൾ നമ്മുടെ ക്ലാസ്സിലേക്ക് വന്നു, A to Z കാര്യങ്ങൾ പഠിപ്പിക്കും, ഫുൾ സിലബസ് കവർ ചെയ്യും. സിലബസ് പഠിച്ചാൽ മാത്രം പോരല്ലോ, സിലബസ് പഠിച്ചാൽ മാത്രം പോരാ, അവൻ എന്തുണ്ടാവണം? സ്പീഡ് ഉണ്ടാവണം, ആക്യുറസി ഉണ്ടാവണം. ചില പോർഷൻസ് ഡൗട്ട് ഉണ്ടാവും, അപ്പോൾ വീക്ക്നെസ് ഇമ്പ്രൂവ്മെന്റ് കൂടി നമ്മൾ ലെവൽ 2 ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലെവൽ 3 മെയിൻസിലേക്കുള്ള പ്രിപ്പറേഷനാ, അഡ്വാൻസ്ഡ് ലെവൽ പ്രിപ്പറേഷൻ, ഹൈ ലെവൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങളെ കൊണ്ട് അവിടെ ചെയ്യിപ്പിക്കും, പഠിപ്പിക്കും, സെറ്റാക്കി തരും. ലെവൽ 4 ബാങ്ക് എക്സാംസിന് നമുക്ക് ഇന്റർവ്യൂ ഉണ്ട്. എവിടെ? ഓഫീസർ പോസ്റ്റുകളിലേക്ക് ഇന്റർവ്യൂ കോച്ചിങ് ആണ് ലെവൽ 4 മോക്ക് ടെസ്റ്റുകൾ ചെയ്യണം. ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് ആൻഡ് മോക്ക് ടെസ്റ്റ് ത്രൂ ഔട്ട്. നിങ്ങൾക്ക് വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മെൻറ്റേഴ്സിൻ്റെ സപ്പോർട്ട് ഉണ്ടാവും. നിങ്ങൾ വീണ് പോകുന്ന സ്ഥലങ്ങളിൽ നിന്നും നിങ്ങളെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ നിങ്ങളുടെ മെൻറ്റേഴ്സ് ത്രൂ ഔട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സപ്പോർട്ടോട് കൂടി നിങ്ങൾ അനാലിസിസ് ചെയ്യും. പക്ക പെർഫെക്റ്റ് ആയിട്ട് ഇന്ന ടോപ്പിക്കിലാണ് വീക്ക്, ഈ ക്വസ്റ്റ്യൻ ഇത്ര സമയം കൊണ്ടാണ് അവൻ ചെയ്യുന്നത്, അത് പോരാ. പക്ക പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പ്രോഗ്രസ് റിപ്പോർട്ടും മെൻറ്റേഴ്സിന് നിങ്ങളുടെ കിട്ടും. ആ വഴി നിങ്ങൾക്ക് നല്ല രീതിയിൽ പഠിച്ച് ഇംപ്രൂവ് ചെയ്ത് ജോലിയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. അപ്പോൾ IBPS ആയാലും RRB ആയാലും SBI ആയാലും ഒരുപാട് വേക്കൻസി ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഈ കൊല്ലം വരുന്നുണ്ട്. 2024-25 വർഷത്തിൽ അത്രയ്ക്കധികം വേക്കൻസിയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് വിളിച്ചോ 7736122215 എന്നുള്ള നമ്പറിലേക്ക്. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് കരുതുന്നു. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ല ഉഷാറായിട്ടിരുന്ന് പഠിക്കുക. നിങ്ങൾ വർക്ക് ചെയ്യുന്നവരായിക്കോട്ടെ, പഠിക്കുന്ന കുട്ടികളായിക്കോട്ടെ, നൈറ്റ് ബാച്ചസും ക്രാഷ് ബാച്ചസും എല്ലാം അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.